ഇതാണ് മക്കളെ കൊയിലാണ്ടി ബൈപ്പാസ്. സുഹൃത്തുക്കളെ, വെൽക്കം ടു ഹാക്സ് ബോയ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വിശദമായിട്ടുള്ള കാഴ്ചകളാണ്. പണി കഴിഞ്ഞ ഭാഗങ്ങളുണ്ട്, പണി കഴിയാത്ത ഭാഗങ്ങളുണ്ട്, ഇതുവരെ കൈവെക്കാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബൈപ്പാസിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. പിന്നെ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളൊക്കെ ഒന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. NH-66 കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ് കൊയിലാണ്ടി കൊല്ലം ഭാഗം. അപ്പോൾ ഈ ഒരു കൊയിലാണ്ടി ഭാഗത്തെ ഗതാഗതക്കുരുക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൊയിലാണ്ടി ബൈപ്പാസ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ചെങ്കോട്ടുകാവ് മുതൽ നന്ദി ബസാർ വരെയാണ് കൊയിലാണ്ടി ബൈപ്പാസ്. ഏകദേശം 11 കിലോമീറ്ററാണ് ബൈപ്പാസിൻ്റെ ദൂരം. ബൈപ്പാസ് തുടങ്ങുന്ന ചെങ്കോട്ടുകാവിൽ ഒരു അണ്ടർപാസ് നിർമ്മിക്കുന്നുണ്ട്. അണ്ടർപാസിൻ്റെ മുകളിൽ ഗർഡറൊക്കെ വെച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ്. അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ തന്നെ മണ്ണുയർത്തുന്ന പരിപാടികളൊക്കെ വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ 3 മാസം മുമ്പ് ഇവിടെ വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഇപ്പോഴും ഈ ഭാഗം 2-3 RE പാനൽ വെക്കുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടെന്നല്ലാതെ വേറെ കാര്യമായിട്ടുള്ള ഒരു പരിപാടിയും അണ്ടർപാസിന് ശേഷം നടന്നിട്ടില്ല ചെങ്കോട്ടുകാവിൽ. പക്ഷേ ഈ ഭാഗത്ത് നല്ല വേഗത്തിലാണ് പണികൾ നടന്നിട്ടുള്ളത്. കഴിഞ്ഞ 2023 ജനുവരി മാസത്തിൽ ഇവിടെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ മണ്ണ് കോമ്പാക്റ്റ് ചെയ്യുന്ന പരിപാടികളായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഏകദേശം 3 മാസം കൊണ്ടാണ് ഈ ഒരു ടാറിങ് ചെയ്യുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ ഈ പരിപാടി ഇത്ര വേഗത്തിലുള്ള പണിയൊക്കെ നടന്നപ്പോൾ ഈ ഒരു ബൈപ്പാസ് പെട്ടെന്ന് തന്നെ പണികൾ തീരുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങളും കരാർ കമ്പനിയൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ലാഗായിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഒരുപാട് ദൂരത്തിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബൈപ്പാസ് അധികവും ചതുപ്പ് പ്രദേശത്ത് കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ മഴക്കാലത്ത് നല്ല രീതിയിൽ ഈർപ്പമുള്ള മണ്ണ്, അതായത് വെറ്റായിട്ടുള്ള മണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലാഗായിട്ടുണ്ട്. പക്ഷേ ആ മഴ അങ്ങോട്ട് മാറിയതിന് ശേഷം നല്ല വേഗത്തിലാണ് പണികൾ നടന്നിട്ടുള്ളത്. 3 മാസം കൊണ്ടാണ് ഈ ഒരു റോഡ് ഈ ഒരു കോലത്തിലാക്കിയിട്ടുള്ളത്. 3 CTSBയുടെ പണികളൊക്കെ കഴിഞ്ഞ് ക്രാഷ് ബാരിയറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ 3 മാസം കൊണ്ടാണ് ഇത്ര ദൂരത്തിൽ ടാറിങ് ചെയ്യുന്ന പരിപാടികളൊക്കെ തീർത്തത്. അപ്പോൾ ഈ ഒരു പോക്ക് പോയിക്കാന്നുണ്ടെങ്കിൽ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ പണികളൊക്കെ എന്നോ തീരേണ്ടതാണ്. അത്യാവശ്യം ടാസ്ക് ഉള്ള പണിയാണ് കൊയിലാണ്ടി ബൈപ്പാസിൽ. ഈ ഒരു ബൈപ്പാസിൻ്റെ പണി ചെയ്യുന്നത് വാഗഡ് കമ്പനിയാണ്. തിരുവങ്ങൂർ മുതൽ വടകരയൊക്കെ കഴിഞ്ഞ് മാഹി ബൈപ്പാസ് തുടങ്ങുന്ന ആ ഭാഗം വരെയാണ് വാഗഡിൻ്റെ റീച്ച്. അതിനിടയിൽ 2.5 കിലോമീറ്റർ E5 കമ്പനിക്കുണ്ട്. അതൊക്കെ വരുന്ന വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല ഞങ്ങൾ, തെങ്ങിൻ തോപ്പിലൂടെ വിശാലമായിട്ടുള്ള 6 വരി പാത, ഇതിലൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുമ്പോൾ ഈ ഒരു ചെക്കൻ ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് നമ്മളെ മുന്നിലേക്ക് എത്തിച്ച് തന്നിരുന്നു എന്നൊക്കെ ഇടയ്ക്ക് ഓർത്തേക്കേണ്ടി. നിലവിലെ റോഡുമായിട്ട് ഒരു ബന്ധമില്ലാതെ ഒരുപാട് ഉള്ളിലൂടെയാണ് ഈ ഒരു ബൈപ്പാസ് കടന്നു പോകുന്നത്. അപ്പം പാടത്ത് കൂടെയും ചതുപ്പ് പ്രദേശത്ത് കൂടെയൊക്കെയാണ് ഈ ഒരു ബൈപ്പാസിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത്. അതങ്ങനെ ഏറ്റെടുക്കുന്നത് നഷ്ടപരിഹാരം കുറക്കാൻ വേണ്ടിയും പിന്നെ നഗരത്തിൻ്റെ കൊയിലാണ്ടി കൂടെ ഒക്കെ പുതിയ റോഡ് നിർമ്മിച്ചിരിക്കുകയെന്നുണ്ടെങ്കിൽ ഉള്ള പൈസ മൊത്തം നഷ്ടപരിഹാരം കൊടുക്കാനേ തയ്യുള്ളൂ. അത്ര ബിൽഡിംഗ് ഉണ്ട് കൊയിലാണ്ടി ഭാഗത്തൊക്കെ. കൊയിലാണ്ടി കൊല്ലം ഭാഗത്തൊക്കെ ചെറിയ റോഡാണ്. ഇതാണ് ബാലുശ്ശേരി, കൊയിലാണ്ടി ടൗണിന് കേക്ക് വശത്തുള്ള ബാലുശ്ശേരി റോഡിന് കുറുകെയായിട്ട് ഒരു ഓവർപാസ് വരുന്നുണ്ട്. ഓവർപാസിന് ഈ ഭാഗത്ത് കുറച്ച് അപ്ഡേറ്റ് ഉണ്ടായിട്ടുണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ വാളിൻ്റെ പണി മാത്രമായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുകളിൽ പ്ലാങ്ങൊക്കെ വെച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഭാഗത്ത് കൂടെ ഇപ്പോൾ ഉള്ള ഈ റോഡ് തക്കണം, താൽക്കാലികമായിട്ടുള്ള റോഡ്, അത് ഞാൻ ഓവർപാസിൻ്റെ മുകളിലൂടെ ആക്കിയതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള ഭാഗത്തെ വാളിൻ്റെ പണികളൊക്കെ നടത്തുക. ഓവർപാസ് കഴിഞ്ഞതിന് ശേഷം CTSBയുടെ പണികളൊക്കെ കുറച്ച് ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ഭാഗത്തു നിന്ന് കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്ക് അറിയാൻ സാധിക്കും, കോഴിക്കോട് വെങ്ങളം ബൈപ്പാസ് കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ പിന്നെ തിരുവങ്ങൂർ, പിന്നെ അങ്ങോട്ട് ട്രാഫിക് ബ്ലോക്ക്, അതിലൂടെ വാഹനമോടിച്ച് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം കൊയിലാണ്ടി കൊല്ലം, ഈ കൊയിലാണ്ടിക്കാരനാൽ ചെറിയ റോഡാണ്. അതേപോലെ തന്നെയാണ് മാഹി തലശ്ശേരി ഭാഗത്തൊക്കെ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പരിഹാരമായിട്ടാണ് ബൈപ്പാസ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ബൈപ്പാസിൽ 5 അണ്ടർപാസ്, ഒരു ഓവർപാസ്, ഒരുപാട് കൾവേട്ടുകൾ, പിന്നെ ഒരുപാട് MNBകളും അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. MNBകൾ ഒരുപാടുണ്ട് ഈ ഒരു ബൈപ്പാസിൽ. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെള്ളത്തിൻ്റെ കനാലിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ആ ഭാഗത്തൊക്കെ MNB നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് തോട് വിത്ത് റോഡ്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻസ്പെക്ഷന് പോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടിക്ക് അതിലൂടെ പോകാനാട്ടോ അത്തരത്തിലുള്ള പാലങ്ങൾ നിർമ്മിച്ച് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയിലൊക്കെ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം വരെ ടാറിങ് ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ അണ്ടർപാസ് തുറന്നു കൊടുത്തിട്ടുണ്ട്. പേരാമ്പ്ര ഭാഗത്തേക്ക് പോകുന്ന റോഡാണെന്ന് തോന്നുന്നു. അപ്പോൾ അണ്ടർപാസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് അത് തുറന്നു കൊടുത്തിട്ടുണ്ട്.
ഇവിടെ നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. അണ്ടർപാസിന്റെ ഈ സൈഡിലൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഈ ഭാഗത്തൊക്കെ കുറച്ച് മണ്ണിടാനുണ്ടായിരുന്നു. ഇപ്പൊ കണ്ടില്ല നിങ്ങൾ, ഇതിന്റെ മുകളിൽ കൂടെ അപ്പുറത്തേക്ക് പോകാം. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഏകദേശം ഒരു 3 മാസത്തോളം ഇവിടെ കാര്യമായിട്ടുള്ള പണികളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു കാലം പണികളൊക്കെ നിർത്തി വെച്ചിരുന്നു ആ നല്ല മഴ പെയ്ത സമയത്ത്. ഒന്നാമത് ഇവർക്ക് മണ്ണ് കിട്ടാനുണ്ടായിരുന്നില്ല. ഏകദേശം 500 ലോഡ് മണ്ണ് വേണം ഈ ഒരു ബൈപ്പാസിന്റെ പണിക്ക്. ആ ഒരു മണ്ണ് ഇവർക്ക് കിട്ടാത്തത് കൊണ്ടായിരുന്നു നിർത്തിവെച്ചത് എന്നാണ് ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ നമ്മോട് പറഞ്ഞത്. പക്ഷെ നാട്ടുകാർ പറഞ്ഞത് കമ്പനിയും കരാർ കൊടുത്ത കമ്പനി തമ്മിലുള്ള തർക്കമാണ് പണികൾ കുറച്ച് ലാഗാകാൻ കാരണം എന്നൊക്കെയാണ്. എന്താണ് സത്യാവസ്ഥ എന്നറിയില്ല. അതിൽ മണ്ണ് കിട്ടാത്തൊരു പ്രധാന കാരണം തന്നെയാണ് പണികൾ ലാഗാകാൻ കാരണം. പിന്നെ മണ്ണെടുക്കുന്ന ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി. ഒരു സുരക്ഷാ മുൻകരുതലും ഇല്ലാതെയാണ് മണ്ണെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായി, നല്ല രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പിന്നെ കാര്യമായിട്ടുള്ള ഒരു പണി നടന്നിട്ടില്ല. പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന പണികളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നൊക്കെ മണ്ണ് കിട്ടുന്ന പ്രതീക്ഷയായിരുന്നു വാഗാടിന്. പക്ഷേ കിട്ടിയതോ പാറ മെറ്റൽ കാര്യങ്ങളൊക്കെ കോറി പോയാൽ ഇഷ്ടം പോലെ കിട്ടും. പക്ഷെ മണ്ണിന് മണ്ണെന്നെ വേണം. മണ്ണ് കിട്ടാനാണ് പ്രയാസം. ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാം കാട്ടിലൂടെയാണോ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന്. സുഹൃത്തുക്കളെ, സംഭവം ഒരു വലിയ കുന്നിൻ്റെ മുകളിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ആ കുന്നിലാണ് മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്. യാതൊരു സുരക്ഷാ മുൻകരുതലും എടുക്കാതെയാണ് മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്. നല്ല രീതിയിൽ മണ്ണ് കിട്ടുന്നൊരു കുന്നാണ്. ആ കുന്ന് എന്ത് കാട്ടിയാൽ മതിയോ, ആ കുന്നിൻ്റെ മുകളിലൊക്കെ വീടുകളുണ്ട്. വീട്ടിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ വീടിൻ്റെ ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ ഈ നാഷണൽ ഹൈവേക്ക് കൊടുത്ത നഷ്ടപരിഹാരമൊക്കെ കൊടുത്ത് അവരെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചിക്കാന്നുണ്ടെങ്കിൽ ഈ കുന്നിന്, ഈ വലിയ കുന്നാക്കണ ആ കുന്നിൻ്റെ മണ്ണെന്നെ മതി ഇവർക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ തോട് വിത്ത് റോഡ് കേട്ടോ. ഇതൊക്കെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നിർമ്മിച്ച പാലങ്ങളാണ്. ഇതിൽ കൾവേർട്ടും ഉണ്ട്, അതേപോലെ വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയ റോഡ്. പക്ഷെ അവരെ വാഹനങ്ങൾക്കാണെന്ന് മാത്രം. ഇവിടെ നിന്ന് പിന്നെ കാര്യമായിട്ടുള്ള ഒരു പണി നടന്നിട്ടില്ല. ഇതാണ് ഈ ഒരു ബൈപ്പാസിലെ ഏറ്റവും വലിയ കുന്ന്. ഈ ഒരു കുന്ന് കോൺക്രീറ്റ് വാള് ചെയ്യോ സോയിൽ നെയിലിംഗ് ചെയ്യോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഒരു കൾവേർട്ടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഉറപ്പില്ലാത്ത ചൗടി മണ്ണാണ് ഈ കുന്ന് മുഴുവനും. വലിയ പാറക്കഷ്ണങ്ങളൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ഉറപ്പില്ലാത്ത ഭാഗം കേട്ടോ. ഈ മഴക്കാലത്ത് ഞാനും ഇവിടെ ഈ വാഗടിൻ്റെ കുറച്ച് പണിക്കാരും ഏതോ ഒരു ഭാഗ്യത്തിനാണ് കഴിച്ചിലായിട്ടുള്ളത്. കാരണം ഞാനന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ 10 മിനിറ്റ് മുമ്പ്, ഞാനിവിടെ എത്തുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പ് ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ വെറ്റുമെക്സിൻ്റെ പരിപാടികൾ കഴിഞ്ഞ ഭാഗം. അത് നിങ്ങൾക്കറിയങ്ങൾ, ഇവിടെ CTSPയുടെ പരിപാടികൾ കഴിഞ്ഞു, വെറ്റുമെക്സിൻ്റെ പരിപാടി കഴിഞ്ഞ ഭാഗമാണ് ഈ കാണുന്ന ഈ മണ്ണിടിച്ചിലുണ്ടായിട്ട് ഭാഗം. എത്രപ്പോരം മണ്ണാണ് അന്ന് ഇടിഞ്ഞു വീണിക്കണവരോ. ഞാനും കഴിച്ചിലായി. അന്ന് ആ ലോറിയിലുണ്ടായിരുന്നു. ലോറിയിൽ 10-20 ആൾക്കാരായിട്ടുണ്ട് തോന്നുന്നു. അതൊക്കെ ഞങ്ങളെ മേത്തേക്ക് വീണിക്കാന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ ആലോചിച്ചാൽ വയ്യ. അത്രത്തോളം മണ്ണാണ് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഈ വെറ്റ്മെക്സിൻ്റെ മേലെയാണ് ഈ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്. ഒരുപാട് മണ്ണ് ഇടിഞ്ഞ് വീണിട്ടുണ്ട്. അന്ന് ഇവിടുത്തെ നാട്ടുകാരും കുറച്ച് ആൾക്കാരൊക്കെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് പണി നിർത്തി വെച്ചത്. അതിനുശേഷം പിന്നെ ഇവിടെ ഒരു പണി നടന്നിട്ടില്ല. തീരെ ഉറപ്പില്ലാത്ത മണ്ണാണ്. നല്ല രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അന്നത്തെ വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം മണ്ണ് ഇവിടെ ഇടിഞ്ഞ് വീണിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഒരു സുരക്ഷാ മുൻകരുതലോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത മണ്ണെടുപ്പാണ്. KNR മണ്ണെടുക്കൽ എങ്ങനെയാ വെച്ചാൽ ആദ്യം ഒരു 3 മീറ്ററിൽ മണ്ണെടുത്തിട്ട് പിന്നെ സോയിൽ നെയിലിങ്ങിൻ്റെ പരിപാടി ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ 2 മീറ്റർ കുഴിച്ചതിന് ശേഷം പിന്നെ സോയിൽ നെയിലിംഗ് ചെയ്യും. പിന്നെ 2 മീറ്റർ കുഴിച്ച് പിന്നെ സോയിൽ നെയിലിംഗ്. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടുള്ള മണ്ണെടുപ്പാണ് മലപ്പുറത്ത് നടന്നത്. പിന്നെ മലപ്പുറത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും അധിക ഭാഗത്തും ചെമ്മൺ, അതായത് നല്ല പാറുള്ള മണ്ണാണ്. പെട്ടെന്ന് ഇടിഞ്ഞു വീഴില്ല. പക്ഷെ ഇവിടെ കണ്ടില്ല, ഫുള്ള് ചൗടി മണ്ണാണ്. ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികൾ വേഗത്തിലാക്കിയിരിക്കണം. ഈ ഒരു അണ്ടർപാസ് തുറന്നു കൊടുത്തിങ്ങനെ കേട്ടോ. അണ്ടർപാസ് ഏത് ഭാഗത്തേക്കുള്ള റോഡാണെന്ന് മറന്നുപോയി. മുജുക്കുന്ന് അപ്പുറത്താണ്. ഏതായാലും ഈ ഒരു അണ്ടർപാസ് കുറച്ച് കാലം മുമ്പ് തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അണ്ടർപാസിൻ്റെ അടിയിലൂടെ നല്ല രീതിയിൽ ഉറുവെള്ളം വരുന്നുണ്ട്. പിന്നെ ഈ ബൈപ്പാസിൻ്റെ പണി കഴിഞ്ഞാലും കറക്റ്റായിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം എല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ ഭാവിയിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഒരുപാട് തവണ ഈ ബൈപ്പാസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചതാണ്. അതും ബൈക്കിലൂടെ എല്ലാ ഭാഗങ്ങളൊക്കെ കണ്ട് അന്നേ ഞാൻ പറയുന്നുണ്ട്, ഒരുപാട് സ്ഥലത്ത് നല്ല രീതിയിൽ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം എല്ലാം ഇവിടെ എന്നുണ്ടെങ്കിൽ ഈ പ്രദേശത്തെ ആളുകൾക്ക് എന്നും ദുരിതം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം നല്ല രീതിയിൽ പല വീടിൻ്റെ മുറ്റത്തും ഇപ്പോഴും വെള്ളം കെട്ടി, ഇപ്പമല്ല കഴിഞ്ഞ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് വരെ നല്ല രീതിയിൽ വെള്ളം കെട്ടി കിടക്കുന്ന കാഴ്ചകളൊക്കെ നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് അറിയാൻ സാധിക്കും എത്രത്തോളം ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളത്. അവിടുത്തെ ആളുകളൊക്കെ കണ്ട് കമൻറ്റ് ചെയ്തോളൂ. കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെക്കാം.
കാരണം നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടുത്തെ ഒരു ചേച്ചിയെ കണ്ടിരുന്നു, ചേച്ചിയും പറഞ്ഞു ഈ വെള്ളം നമ്മൾ വീട്ടുമുറ്റത്തേക്കൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസിൻ്റെ വാളിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതല്ല മൂടാടി അണ്ടർപാസ്, ഏതായാലും മൂടാടി ആണെന്ന് തോന്നുന്നു. അണ്ടർപാസിൻ്റെ പണികളൊക്കെ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അണ്ടർപാസ് കഴിഞ്ഞതിന് ശേഷം വാളിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ മണ്ണ് നിറക്കാനുള്ളതാട്ടോ, ഒരുപാട് മണ്ണ് വേണം. ഇപ്പോൾ ഈ കണ്ടില്ല, ഇത് അണ്ടർപാസ് അല്ല കേട്ടോ, ഇതാണ് MNB. ഇത്തരത്തിൽ ഒരുപാട് MNBകളുണ്ട്. അപ്പോൾ ഈ രണ്ട് സൈഡിൽ 45 മീറ്ററിൽ വലിയ വാളാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിലൊക്കെ മണ്ണ് നിറക്കാനുള്ളതാണ്. പിന്നെ ചെറിയൊരു കുന്ന്, ആ കുന്നിങ്ങോട്ട് കയറിയാൽ വെറ്റ്മെക്സിൻ്റെ പരിപാടികൾ കഴിഞ്ഞ് ടാറിങ്ങിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ പണികൾ ബാക്കിയുണ്ട്. ഇവിടെയൊക്കെ RE പാനൽ ഇറക്കി വെച്ചിരിക്കുകയാണ്. ഒരുപാട് സ്ഥലത്ത് മണ്ണിട്ട് നിർത്താനുള്ള പണികൾ ഇനിയും ബാക്കിയുണ്ട്. ഈ ഭാഗത്ത് വലിയ പൈപ്പ് കൾവേർട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഗ്രൗണ്ട് ലെവലിലെ വീഡിയോ കണ്ട ആളുകൾക്കൊക്കെ അറിയാൻ സാധിക്കും ഇവിടെ എന്തൊക്കെ പണികളാണ് നടന്നിട്ടുള്ളതെന്ന്. എപ്പോഴും നമ്മൾ ഗ്രൗണ്ട് ലെവലിലെ വീഡിയോ ആണ് ചെയ്യാറ്. പക്ഷേ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ കാഴ്ചകൾ കുറച്ച് ആൾക്കാർക്കൊക്കെ കാണാൻ താല്പര്യമുള്ളൂ. എല്ലാവരുടെ മനസ്സിൽ ഇപ്പോഴും കാര്യമായിട്ടുള്ള പണികളൊന്നും നടക്കുന്നില്ല. കൊയിലാണ്ടി ബൈപ്പാസ് ഇപ്പോഴും അതേപോലെ തന്നെ ഒക്കെയാണെന്നാണ് സുഹൃത്തുക്കളെ. ആകാശ ദൃശ്യങ്ങൾ കണ്ടോളി, കാണാൻ ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ കണ്ട് ഷെയർ ചെയ്ത് കൊടുത്തോളി. എന്താ ഭംഗി കണ്ടില്ല നിങ്ങൾ, രണ്ട് സൈഡിലും പൂത്തുലഞ്ഞ തെങ്ങിൻ തോപ്പുകൾ. തെങ്ങിൻ തോപ്പിലൂടെ നേരെ പോകുന്ന 6 വരി പാത. കൊയിലാണ്ടി ബൈപ്പാസിന്റെ ഡ്രോൺ വീഡിയോ നിങ്ങൾ മുമ്പ് കണ്ടിക്കണോ? കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ലൈക്കാണ്ട് അടിച്ചേക്കേണ്ടി. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഭാഗം നല്ല വേഗത്തിൽ പണികൾ തീർന്ന ഭാഗമാണ്. അതായത് ഏകദേശം 1 കിലോമീറ്ററിനോട് അടുത്ത് ടാറിങ്ങിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്, വാളിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്, ഡ്രെയിനേജിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. പാടത്തു കൂടെ ഇങ്ങനെ സ്ട്രെയിറ്റ് റോഡാണ്. പോകുന്ന വഴിയിൽ ഒരുപാട് പരുന്തുകൾ, ഉടുമ്പുകൾ, അങ്ങനെ പല പല തരത്തിലുള്ള കിളികളെയൊക്കെ കണ്ട് പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ ആസ്വദിക്കുന്നതിനോടൊപ്പം കൂകിപ്പായുന്ന തീവണ്ടിയുടെ ചിഹ്നം വിളിയും. അതിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ വല്ലാത്തൊരു ഫീല് തന്നെയായിരിക്കും. മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുന്നതിനേക്കാൾ ഏറെ ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഈ NH66 പണി കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കണ്ണൂർ ബൈപ്പാസിലെ പുല്ലൂപ്പിക്കടവ്. പുല്ലൂപ്പിക്കടവിൻ്റെ മുകളിലൂടെ ആ ഒരു എലിവേറ്റഡ് ഹൈവേയിലൂടെയുള്ള യാത്ര അതൊരു വല്ലാത്തൊരു ഫീല് തന്നെയായിരിക്കും സുഹൃത്തുക്കളെ. അപ്പോൾ കണ്ണൂർ ബൈപ്പാസിൻ്റെ വീഡിയോക്കൊക്കെ കാത്തിരുന്നോളി. പാടം കഴിഞ്ഞതിന് ശേഷം പിന്നെ വാളിൻ്റെ പണികളൊക്കെ നല്ല വേഗത്തിലായിരുന്നു നടന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ പറ്റ ലേഖമാണ്, കാര്യമായിട്ടുള്ള പണികളൊന്നും നടക്കുന്നില്ല. അപ്പം മുജിക്കുന്ന് ഭാഗത്തേക്ക് പോകുന്ന അണ്ടർപാസിൻ്റെ പണികൾ, അണ്ടർപാസിൻ്റെ ഫൗണ്ടേഷൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വാളിൻ്റെ പരിപാടികൾ നടന്നിട്ടില്ല. ഇതന്നെയല്ല മുജിക്കുന്ന് ഭാഗത്തേക്ക് പോകുന്ന അണ്ടർപാസ്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ നാട്ടുകാരനല്ല, നാട്ടുകാരനാണെന്നുണ്ടെങ്കിൽ എല്ലാ ABCD എനിക്കറിയാൻ പറ്റുന്നതായിരിക്കും. അത് പോട്ടെ. പിന്നെ ഇവിടെയും വാളിൻ്റെ പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞു പോട്ടോ. ഈ വളഞ്ഞു പോകുമ്പോൾ റോഡിന് ചെറുതായിട്ട് മൊഞ്ച് കൂടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് പല ഭാഗത്തും വളഞ്ഞിട്ട് റോഡ് നിർമ്മിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ അതങ്ങനെയല്ല. വളഞ്ഞിട്ട് റോഡ് നിർമ്മിക്കുന്നതിൻ്റെ പിന്നിൽ ചെറിയ ശാസ്ത്രീയമായിട്ടുള്ള എന്തൊക്കെയോ ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പറയാനേ പറ്റുള്ളൂ. മറ്റേ പൊട്ടത്തരം പറഞ്ഞേക്കാന്നുണ്ടല്ലേ കമൻറ്റിൽ ഫുള്ള്. അതുപോട്ടെ. പിന്നെ കറുപ്പും വെള്ളയും കളറടിക്കുന്നത്, ഈ ക്രാഷ് ബാരിയറിൽ കറുപ്പും വെള്ളയും കളറടിക്കുന്നത് ചിലർക്ക് കണ്ണിന് എന്തൊക്കെയോ അസ്വസ്ഥത ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് പല ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട്. സുഹൃത്തുക്കളെ, NHAയുടെ നാഷണൽ ഹൈവേയുടെ നിർദ്ദേശപ്രകാരം അത്തരത്തിലുള്ള കളറാണ് അടിക്കണം. മറ്റേ നിങ്ങൾക്ക് നല്ല കണ്ണിന് കുളിർമയേകുന്ന കളർ അടിച്ചിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആസ്വദിച്ച് പോകുമ്പോൾ ചിലപ്പോൾ ഉറക്കം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്റി അത്തരത്തിലുള്ള കണ്ണിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള കളർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യമില്ലാതെ എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിനക്ക് വീഡിയോ ചെയ്ത് പോയാൽ പോരെ. പല ആളുകൾ നമ്മളെ കമൻറ്റിലൂടെ പറയാറുണ്ട്. സുഹൃത്തുക്കളെ, 10, 15, 20 മിനിറ്റൊക്കെയുള്ള വീഡിയോയിൽ ഒരു സ്ക്രിപ്റ്റും ഇല്ലാതെ മനസ്സിൽ തോന്നുന്നത് ഇങ്ങനെ പറയണം. അപ്പോൾ ഇതിങ്ങനെ പറയാൻ കിട്ടണ്ടേ? കാരണം ഇത് നമ്മൾ തൊള്ള പൂട്ടണില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ചടപ്പൊക്കെ വരാതൊക്കെ ഉള്ളൂ. മറ്റേത് ഇതിനെപ്പറ്റി മാത്രം പറയുകയെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററിയുടെ സാറ് ക്ലാസ് എടുക്കുന്നത് പോലെ ആയിരിക്കും. 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥാപനം നിർമ്മിച്ചു. ഗുജറാത്തിലെ സൂററ്റിലാണ് ആദ്യമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപനം നിർമ്മിച്ചത്. 1600-കളിൽ, അതായത് കറക്റ്റ് വർഷം 1613-ലാട്ടോ. ഇതൊക്കെ അന്ന് പഠിപ്പിച്ചതാണ്, ഇപ്പോൾ ഓർമ്മയുണ്ട്. ഇതൊക്കെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. 20 മിനിറ്റ് ഉണ്ട് വീഡിയോൻ്റെ ലെങ്ത്ത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലേ നമുക്ക് കാണുന്ന ആളുകൾക്ക് ചടക്കും. അപ്പോൾ ഇവിടെ ഒരുപാട് ഉയരത്തിൽ മെറ്റൽ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വാഗഡിൻ്റെ പ്ലാന്റ് ആണ്. പ്ലാന്റിൻ്റെ മുകളിലൂടെ ഡ്രോൺ പറത്തുന്നത് മുഷ്കിലാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്ദി ബസാറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഹൈവേയിലോട്ട് ചേരുന്നത്. ചെങ്കോട്ടുകാവിൽ നിന്ന് ഒരുപാട് ദൂരത്തിൽ ഉള്ളിലോട്ട് പോയ ഹൈവേ തിരിച്ചു വന്ന് ചേർന്നത് നന്ദി ബസാറിലാണ്. നന്ദി ബസാറിൽ മേൽപ്പാലത്തിൻ്റെ, അതായത്
അണ്ടർപാസിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്, കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പയ്യോളി ഭാഗം വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് ഒറ്റ വീഡിയോയിൽ ലെങ്ത്ത് കൂടിക്കോട്ടെ, കാണാൻ ആളുകളുണ്ട് എന്ന് കരുതുന്നു. കാരണം കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വീഡിയോക്കൊന്നും നമുക്ക് കാര്യമായിട്ടുള്ള വ്യൂസ് കിട്ടാറില്ല. അപ്പോൾ പയ്യോളി വരെയുള്ള ഭാഗത്തൊക്കെ നല്ല മാറ്റങ്ങളായിട്ടുണ്ട്. അതും കൂടി ഇതിലാണ്ട് കൂട്ടി യോജിപ്പിച്ചേക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടികൾ തീർക്കണം. മറ്റേ ഒരു ദിവസം കൂടി. അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ട വാഗഡിൻ്റെ മുഖമല്ല ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഇനി കാണാൻ പോകുന്നത് വാഗഡിൻ്റെ മറ്റൊരു മുഖമാണ്. കാരണം അമ്മാതിരി വേഗത്തിലാണ് വാഗഡ് കമ്പനി ഇവിടെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ദൂരത്തിൽ 6 വരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്, സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞ് പോകുന്നത്. ചില ഭാഗത്ത് പാലൂർ ഭാഗത്തൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരുപാട് കാലമായി ഈ ഒരു ഭാഗത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട്. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാ ഭാഗത്തും ഇതേപോലെ പെട്ടെന്ന് പണികൾ തീർന്നുകയെന്നുണ്ടെങ്കിൽ NH66 കേരളത്തിൽ 2025 കൂടിയിട്ട് എല്ലാ ഭാഗത്ത് പണികൾ കഴിഞ്ഞ് തുറന്നു കൊടുക്കാൻ പറ്റുന്ന കോലത്തിലായിട്ടുണ്ടോന്ന്. പക്ഷേ തെക്ക് ഭാഗത്ത് പണികൾ തീരുന്ന ആരും കരുതണ്ട. തെക്ക് ഭാഗത്ത് അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവ്, അങ്ങനത്തെ ഒരുപാട് നൂലാമാല കേസുകളൊക്കെ ഉണ്ട്. ആലപ്പുഴ ഭാഗത്തൊക്കെ പണികൾ എന്താണ് അവസ്ഥ എന്നറിയില്ല. ഇതാണ് പാലൂർ ഭാഗത്തൊക്കെ പണികൾ കഴിഞ്ഞു കേട്ടോ. ഇവിടുത്തെ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളെ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ നാടല്ല, എൻ്റെ നാട് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ആരും മടങ്ങി പോകണ്ട. അമ്മാതിരി മാറ്റാണ് ഈ ഭാഗത്തൊക്കെ നടന്നിട്ടുള്ളത്. ഇവിടെ മാത്രമല്ല, പയ്യോളി, മൂടാടി, തിക്കോടി ഭാഗത്തൊക്കെ നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം മുമ്പ് നാട് വിട്ടു പോയ അല്ലെങ്കിൽ പ്രവാസ ലോകത്തേക്ക് പോയ ആൾ തിരിച്ചു വരുമ്പോൾ തലി കയ്യേക്കും, എന്താ ഇപ്പം എൻ്റെ നാടിന് പറ്റിക്കണി. ഇടതുവശത്ത് കണ്ട് ഞങ്ങൾ റെയിൽവേ ട്രാക്കാണ് കാണുന്നത് സുഹൃത്തുക്കളെ. റെയിൽവേ ട്രാക്കിലൂടെ ട്രെയിൻ പോകുന്നതിനേക്കാളേറെ വേഗത്തിൽ നമുക്ക് ഇതിലൂടെ വാഹനം ഓടിച്ച് പോകാം. പക്ഷേ ചെറിയ അമൗണ്ട് ടോൾ കൊടുത്താൽ മതി. പിന്നെ ഇന്നലെ ഞാനൊരു റീല് കണ്ടു, ഔട്ട് ഓഫ് സിലബസ് ആണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നിതിൻ ഗഡ്കരിയുടെ ഒരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ മൂപ്പരോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പത്രക്കാരാണ് അല്ലെങ്കിൽ ഞങ്ങളെ മറ്റേതാണ് അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ടോൾ കൊടുക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇളവ് കിട്ടുമോ എന്ന്. അപ്പോൾ മൂപ്പര് പറയാണ്, അങ്ങനത്തെ മാഞ്ഞാള പരിപാടിയൊന്നും നഹി എല്ലാവരും ടോൾ കൊടുക്കണം. നിങ്ങൾക്ക് നല്ല റോഡ് വേണമെന്നുണ്ടെങ്കിൽ ടോൾ എന്തായാലും കൊടുക്കണം. അല്ലെങ്കിൽ ഇന്ത്യയിൽ ടോൾ ഒഴിവാക്കിയിട്ടുള്ള ചില ആളുകളുണ്ട്, അവർ ടോൾ കൊടുക്കണ്ട. എല്ലാത്തവരും എന്തായാലും ടോൾ കൊടുത്തേ പോകാൻ പറ്റൂ. ഈ പ്രദേശത്തുള്ള ആളുകൾ അല്ലെങ്കിൽ ടോൾ കമ്മിയാക്കണം മറ്റേതൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പ്രശ്നം ഉണ്ടാക്കി വരും. എല്ലാവരും ടോൾ കൊടുത്തേ പോകാവൂ. ഇന്ന ആളുകൾക്ക് ടോളില്ല, അങ്ങനത്തെ മാഞ്ഞാള പരിപാടികളൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല റോഡ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോൾ കൊടുത്തിട്ടേ പോകാവൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മൾ ഈ NH66 പണി കഴിഞ്ഞ് ഉദ്ഘാടനമൊക്കെ കഴിയുമ്പോൾ കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ടോൾ കൂടുതലാണെങ്കിൽ ടോളിനെതിരെ സമരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതായിരിക്കും. അപ്പോൾ ടോൾ എന്തായാലും കൊടുത്തിട്ടേ പോകാൻ പറ്റൂ. സംഭവം എന്താ വെച്ചാൽ ഇത് കടമെടുത്തിട്ടാണ് ഈ പാതകളൊക്കെ നിർമ്മിക്കുന്നത്. പാലിയേക്കര പോലെ കരാർ കമ്പനിയല്ല ടോൾ പിരിക്കുന്നത്. തിക്കോടി അണ്ടർപാസിൻ്റെ പണികളൊക്കെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, വാളിൻ്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കരാർ കമ്പനികൾക്ക് ഇവരെ പണി കഴിയുമ്പോൾ തന്നെ പൈസ കിട്ടുന്നതാണ്. കരാർ കമ്പനിക്ക് ടോൾ പിരിക്കാനുള്ള ഒരു അവകാശമില്ല, ടോൾ നിശ്ചയിക്കാനുള്ള അവകാശമില്ല. എല്ലാം നാഷണൽ ഹൈവേ അതോറിറ്റി നേരിട്ടതാണ് പണം പിരിക്കുന്നതും പണം കണക്കാക്കുന്നതെല്ലാം. പാലിയേക്കര എന്ന് പറഞ്ഞാൽ അന്ധകാലത്ത് കൊടുത്തതാണ്. പാലിയേക്കര ടോൾ പിരിക്കുന്നത് കരാർ കമ്പനിയാണ്. ഇന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഏറ്റെടുക്കണമെന്ന് അറിയില്ല, ഏറ്റെടുക്കാൻ പറ്റില്ല തോന്നുന്നു. കാരണം കരാർ കമ്പനിക്ക് എഗ്രിമെൻ്റ് ചെയ്ത് കൊടുത്തതല്ല. അപ്പോൾ അന്ധകാലത്ത് ആ പരിപാടിയല്ല ഇപ്പോൾ ഉള്ളത്. നാഷണൽ ഹൈവേ അതോറിറ്റി നേരിട്ടാണ് ടോൾ പിരിക്കുന്നത്. പിന്നെ ഇത് കണ്ടങ്ങൾ എന്താ റോഡ്, എന്ത് വേഗത്തിലാണ് ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. നടുവിലുള്ള ക്രാഷ് ബാരിയർ വെക്കുന്ന പണികളും ഇനി ലൈറ്റ് വെക്കുന്ന പരിപാടികളും 30 മീറ്റർ ഇടവിട്ടിട്ട് ലൈറ്റ് വെക്കുന്ന പരിപാടികൾ മാത്രമാണ് ഇവിടെ ബാക്കി. കണ്ടില്ല ഞങ്ങൾ വാഗഡിൻ്റെ വേറൊരു മുഖം. കൊയിലാണ്ടി ബൈപ്പാസിൽ ടെസ്റ്റിൽ പൂജാര ബാറ്റ് ചെയ്യുന്നത് പോലെ ആ ഒരു വേഗത്തിലാണ് വാഗഡ് കമ്പനി പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ കണ്ടില്ല ഞങ്ങൾ ഏകദിനത്തിൽ ബാറ്റ് ചെയ്യുന്ന രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് ശൈലിയിലൊക്കെ ഉള്ളൊരു പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ല ഞങ്ങൾ പയ്യോളി ഭാഗത്തെത്തിയിട്ടുണ്ട്. പയ്യോളിയിലൊക്കെ കാഴ്ച കണ്ടുകണ്ട് നിങ്ങൾ അന്തം വിട്ടു. അമ്മാതിരി മാറ്റാണ് പയ്യോളി ഭാഗത്തൊക്കെ. പയ്യോളിയൊന്നും ഇവിടെയുള്ള ആളുകൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റില്ല ഇതിൻ്റെ പയ്യോളിയാണെന്ന് ആൾക്കാർ ചോദിച്ചു. അമ്മാതിരി മാറ്റാണ്. പക്ഷെ വടകര അതേപോലെ തന്നെയാണ്, പയ്യോളിയിലാണ് മാറ്റം എന്ന് പറഞ്ഞാൽ. ഇവിടെയുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യും, എന്തോരം മാറ്റാണ് ഈ ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുള്ളത്. പാലൂർ ഭാഗത്തൊക്കെ ഒരുപാട് കാലം മുമ്പ് 6 വരിയുടെ പണികൾ കഴിഞ്ഞതാണ്. ആ ഭാഗമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ കണ്ടില്ല നിങ്ങൾ, ഇതാണ് മാറ്റം. ഡ്രോൺ ഒന്നും കൂടി താഴ്ത്തിയാൽ നന്നായിരുന്നു എന്ന് പലരും പറയാറുണ്ട്. സുഹൃത്തുക്കളെ ക്ഷമിക്കണം, ഡ്രോൺ നല്ല പൊന്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ വോയിസ് കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇതുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ചിത്രം കിട്ടുന്നില്ല. നല്ല ഉയരത്തിലാണ്. അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ശ്രമിക്കാം. പിന്നെ ഈ പമ്പിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? പമ്പിൻ്റെ മുന്നിൽ കൂടെയാണ് സർവീസ് റോഡ് വരുന്നത്. കുറച്ചും കൂടി അപ്പുറത്ത് CTSBയുടെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള റോട്ടിൽ നല്ല രീതിയിൽ വെള്ളക്കെട്ടുണ്ടായി നല്ല മഴ പെയ്ത സമയത്ത്
അതുകൊണ്ടാണ് ഈ ഭാഗത്തെ പണിയിലൊക്കെ നല്ല പുരോഗതി ഉണ്ടായത്. അന്ന് നല്ല രീതിയിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടായപ്പോൾ സർവീസ് റോഡിൻ്റെ പണികൾ പെട്ടെന്ന് തീർത്ത് നിലവിലുള്ള റോഡാണ് ബ്ലോക്കാക്കി അവിടുത്തെ പണികളൊക്കെ കണ്ട് തീർത്തു. അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ, ഇവിടെ വരെയാണ് ഇന്നത്തെ വീഡിയോ. ബസ് സ്റ്റാൻഡ് മുതൽ ആ ഒരു മേൽപ്പാലത്തിൻ്റെ പണികളൊക്കെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ CTSBയുടെ പരിപാടികൾ കഴിഞ്ഞു. ഫസ്റ്റ് കോട്ട് ടാറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ മതിട്ട്. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. എക്സ് വൈബ്. സീ യു അഗെയിൻ. ബൈ ബൈ. അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളിട്ടോ.